എന്താ ഇത്? എന്തിനാ കരയുന്നേ? അല്ല, അതിനെന്ത് ഇൻസ്പെക്ടർ, എന്റെ മോള്. നോ 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 നോ, ആ കണ്ണുകൾ തുടയ്ക്കാം മാർസി. ഒരു മകള് നഷ്ടപ്പെട്ട അച്ഛന്റെ വികാരം എനിക്കറിയാം. ഞാൻ ഉറപ്പ് തരുന്നു, അധികം താമസിയാതെ തന്നെ നിങ്ങളുടെ മകളെ ഞാൻ ഇവിടെ എത്തിക്കും. അതോർക്കുമ്പോഴേ കൂടുതൽ വിഷമം. എന്താ, മകള് തിരിച്ചു വരുന്നുണ്ടോ? അതല്ല, അവളെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിനിടയ്ക്ക് അവക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ഇൻസ്പെക്ടർ. എന്താ ഇത് മാർസി, കൊച്ചുകുട്ടികളെ പോലെ. പ്ലീസ്. സിറ്റി ടൈഗേഴ്സ് ആയിരിക്കും. അല്ല, അത് സെയിൽ ടാക്സി ഞാൻ എടുക്കാം. സിറ്റി ടൈഗേഴ്സ്. സെയിൽസ് ടാക്സ് അല്ല, സിറ്റി ടൈഗേഴ്സ് ആണ്. MRCയുടെ ശബ്ദത്തിൽ ഞാൻ സംസാരിച്ചോളാം. നിങ്ങൾ ആരാ സംസാരിക്കുന്നത്? MRC ആണല്ലോ. എന്താ ടൈഗറിന് സംശയം തോന്നുന്നുണ്ടോ? എന്തായി തീരുമാനം? നാളെ പറഞ്ഞ സംഖ്യ തരാൻ പറ്റുമോ? തരാമല്ലോ. നാളെ എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. അപ്പൊ കുറച്ചു മുമ്പ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഏത് കറോഫില? അങ്ങനെ പറഞ്ഞു. തരില്ല എന്ന് പറഞ്ഞോ? കള്ളം പറയാ ടൈഗർ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. കേട്ടതിൽ തെറ്റിയതായിരിക്കും. എന്ത് പുല്ലെങ്കിലും ആവട്ടെ. അപ്പൊ നാളെ എങ്ങനെ എക്സ്ചേഞ്ച്? അത് നാളെ രാവിലെ കൃത്യം 7 മണിക്ക് സുഭാഷ് നഗറിലുള്ള ചതുപ്പ് നിലത്തിനടുത്ത് ഞാൻ പെട്ടിയുമായി എത്താം. ഏത് പെട്ടി? പണപ്പെട്ടി. അവിടെ പുള്ളിയുടെ മകളുമായി. ആരുടെ മകള്? എന്റെ മകള്, ഏക മകൾ ആശ. നിങ്ങൾ അവളുമായിട്ട് അവിടെ എത്തണം. ശരി, അപ്പൊ നാളെ രാവിലെ സുഭാഷ് നഗറിൽ കാണാം. നല്ല ബുദ്ധി തോന്നിന് നന്ദി. MRC പോലീസോ പട്ടാളോ വല്ലോ ഉണ്ടെങ്കിൽ? അയ്യോ, ഒരിക്കലും ഇല്ല. എന്നെ വിശ്വസിക്കൂ, MRC ആണ് പറയുന്നത്. ഇപ്പൊ എവിടുന്നാ വിളിക്കുന്നേ? ഞങ്ങൾ ഓഫീസിൽ നിന്നാ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വിളിക്കാനാ. അവിടുത്തെ ഫോൺ നമ്പർ എത്ര? അത് 354. അതൊക്കെ പൂഞ്ഞാറ്റി ചെന്ന് പറഞ്ഞാ മതി. പൂഞ്ഞാർ. സിറ്റി ടൈഗേഴ്സ് ആവശ്യപ്പെട്ട കാശ് റെഡിയാക്കിക്കൊള്ളുക. അള്ളായുടെ കൃപയുണ്ടെങ്കിൽ നാളെ രാവിലെ എല്ലാം ശുഭമായി അവസാനിക്കും. പണമെന്ന് പറഞ്ഞ 1.5 ലക്ഷം. ഈ മോളിലും താഴെ നോട്ട് വെച്ചിട്ട് ഇടയ്ക്ക് പേപ്പർ വെച്ചാ പോരെ? നോ 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 നോ, ഇപ്പോഴത്തെ കിഡ്നാപ്പേഴ്സിനെ മിസ്റ്റർ MRCക്ക് അറിയില്ല. ദേ ആർ സയന്റിഫിക്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അവരത് കണ്ടുപിടിക്കും. പരീക്ഷണത്തിന് മെനക്കെടണ്ട. പണം റെഡിയായിക്കൊള്ളുക, ഇല്ലെങ്കിൽ മോള് ക്ലീൻ ഔട്ട്. അയ്യോ, എന്റെ മോള്. അല്ല, നാളെ രാവിലെ പിടികിട്ടല്ലേ? 3.5 തരം. അതിനുവേണ്ട എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓവർ. ഹലോ. സാമജിയാ? എന്താ വിശേഷം? അയാള് പണം തരാന്ന് പറഞ്ഞല്ലേ? ഇല്ലല്ലോ. കള്ളം പറയാതെ മോനെ, എനിക്കറിയാം. ശരി, പറഞ്ഞു, എന്താ കാര്യം? ആ ഫോൺ ചെയ്തത് MRC അല്ല, SI അബൂ ഹസനാ. പോലീസിന്റെ വലയിൽ പെടാതിരിക്കണമെങ്കിൽ നിങ്ങൾ നാളെ പോകരുത്. പോയാ നിങ്ങൾ അകത്താ. വിശ്വാസവഞ്ചന കാണിച്ചാൽ ആ പെണ്ണിനെ ഇന്ന് തന്നെ അങ്ങ് തട്ടിയര്. അയാളൊന്ന് പഠിക്കട്ടെ. ഇതെല്ലാം അത്ര വ്യക്തമായിട്ട് അറിയാം. നിങ്ങളാരാ? ദൈവോ? തൽക്കാലം അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് ബുദ്ധി. സ്വാമിജി, ഇനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം സിറ്റി ടൈഗേഴ്സിന് ആവശ്യമില്ല. ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം, എങ്ങനെ നീങ്ങണം ഞങ്ങൾ തീരുമാനിച്ചോളാം. വെക്കട്ടെ? ഇനി ഇങ്ങോട്ട് അധികം വിളിച്ച ബുദ്ധിമുട്ടൊന്നുമില്ല. ഹലോ ഹലോ. അബു ഹസൻ, എല്ലാം റെഡിയായോ? യെസ് സർ. ടെൻഷന് വാച്ച് കെട്ടാനും മറന്നു. സമയം എന്തായി? ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ബി റെഡി. യെസ് സർ. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ ഇന്ന് സിറ്റി ടൈഗേഴ്സ് നമ്മുടെ വലയിൽ വീഴും. ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക. ഓവർ ഓവർ. ഓക്കെ സർ. അബു ഹസൻ,
യെസ് എംആർസി എത്തിക്കഴിഞ്ഞു. ഇനി കഷ്ടിച്ച് ഒരു സെക്കൻഡ് മാത്രം. സിറ്റി ടൈഗേഴ്സ് വരാൻ സമയമായി. ഓവർ. വേഷം മാറി വന്നിരിക്കുകയാണല്ലേ. നാട്ടുമ്പുറത്തുകാരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ വിട്ടികളെ? അബു ഹസൻ, നീ റെഡി? സിറ്റി ടൈഗേഴ്സ് എത്തിക്കഴിഞ്ഞു. മുന്നിൽ നടക്കുന്ന കൊമ്പൻ മീശക്കാരൻ വയസ്സിന്റെ കയ്യിൽ വാക്കിംഗ് സ്റ്റിക്കുള്ള സാധനമുണ്ട്. അത് മോസ്റ്റ് മോഡേൺ മെഷീൻ ഗണ്ണാണ്. തേങ്ങാ പോലൊരു സാധനം കയ്യിലുള്ളത് ഡൈനാമിറ്റോ ബോംബോ ആയിരിക്കും. അവരുടെ മൂവ്മെന്റ് ശ്രദ്ധിക്കുക. ഇനി എങ്ങനാ പോകേണ്ടത് പണിക്കരെ? എങ്ങോട്ടാന്ന് ചോദിച്ചാ കിഴക്കോട്ടെന്നല്ലേ പ്രശ്നത്തെ കണ്ടത്. കിഴക്ക് എവിടെ? അതിപ്പോ എങ്ങനെ അറിയാം? കിഴക്ക് അടിഞ്ഞാറ് കിട്ടിയാ പറയായിരുന്നു കിഴക്ക് എവിടെയാന്ന്. എന്താ ഇടോ, ഒന്നുകൂടെ നോക്കാ പണിക്കരെ. നടന്ന് തളർന്നു. ഓ വയ്യേ വയ്യ. നോക്കാനൊന്നും ഇല്ല, എന്നാലും തമ്പുരാന് വേണ്ടി ഒന്നുകൂടി നോക്കാം. അമ്മേ നാരായണ. അല്ലാ, ബോംബ് വെക്കാനുള്ള ശ്രമമാണല്ലോ. എന്താ അവരുടെ ഉദ്ദേശം? ഓവർ. ഹലോ, ബോംബ്. ഓവർ. കണ്ടില്ലേ തെളിഞ്ഞിരിക്കണത്? ഇനിയും കിഴക്കോട്ട് തന്നെയാ. ഇനി കിഴക്കോട്ട് പോയ അറബിക്കടലിലെത്തും. എന്ന് തുടങ്ങിയ നടപ്പാണ്. എപ്പോഴാ തീര? ഇനി ഉടനെ കണ്ടുകിട്ടുന്നത് വരെ എന്താ ഇനിയിപ്പൊ കിഴക്ക് എവിടാന്ന് ഇങ്ങനെ അറിയാ? കിഴക്ക് ഓടോ, അതാ നിക്കണം. അതവർ എംആർസിയെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അവർ മൂവ് ചെയ്ത് തുടങ്ങി. Come on, arrest them, fire! അയ്യോ എന്റെ അച്ഛൻ. മാറ്റടാ തോക്ക്. നിന്നെ ഒന്നും എന്റെ കൈ കിട്ടില്ലെന്ന് വിചാരിച്ചോ? ഈ മീശപ്പൊക്കെ മാർച്ച് 17 കാണാതായ കേണൽ നമ്പ്യാരുടെ ഭാര്യ ലീല, മെയ് 4 കാണാതായ ബാങ്കർ മൂസ ഹാജിയുടെ മകൾ സുഹറ, ജൂൺ 12 13 ഇടയ്ക്ക് സെന്റ് മൈക്കൽസ് കോൺവെന്റിൽ നിന്ന് അപ്രത്യക്ഷരായ നീന, നീതു എന്ന 2 പിഞ്ച് പെൺകുട്ടികൾ. പറയടാ, ഇനിയും തെളിവുകൾ കിട്ടിയിട്ടില്ലാത്ത മേൽപ്പറഞ്ഞ കിഡ്നാപ്പിംഗ് കേസുകൾ മുഴുവൻ ചെയ്തത് നിങ്ങളല്ലേ? എന്തൊക്കെയാ നിങ്ങൾ പറയണത്? ഒരു പിടി കിട്ടലില്ല. വേണ്ട. സിറ്റി ടൈഗേഴ്സ് എന്ന അവരെ നാമത്തിൽ അറിയപ്പെടുന്ന സാമൂഹ്യ വിരുദ്ധരെ ഈ അബു ഹസന്റെ മുന്നിൽ ഒന്നും മറച്ചു വെക്കണ്ട. ഈ വിവരക്കേട് പറഞ്ഞതൊക്കെ ഇച്ചിരി മര്യാദ വേണം ഇൻസ്പെക്ടറെ. എന്ത് ഭ്രാന്താണ് ഇയാള് പറയുന്നത്? എവിടെയാ പെൺകുട്ടി? പെൺകുട്ടിയല്ല, ആൺകുട്ടിയാണ്. ഓഹോ, അപ്പൊ ആൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്തോ? എവിടെയാ അവർ? വീടും വിട്ട് പ്രായമായ അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് എങ്ങോട്ടോ ഓടിപ്പോയ എന്റെ ഏക മകൻ കുഞ്ഞുകുട്ടനെ അന്വേഷിച്ചിറങ്ങിയവരാ ഞങ്ങള്. 30ാമത്തെ പിറന്നാളിന് മുമ്പായി വാഹനാപകടം ഉണ്ടാവാൻ യോഗ ഉണ്ടെന്നാണ് ജാതകത്തിൽ. വണ്ടിയും കാറൊക്കെ ഉള്ള സ്ഥലല്ലേ, എന്ത് പറ്റിയെന്നറിയാൻ വന്നതാ. ജീവൻ പോയിട്ടില്ലെങ്കിൽ തിരിച്ചു വിളിച്ചോണ്ട് പോണം. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? വാ തുറക്കാൻ സാർ സമ്മതിച്ചിട്ട് വേണ്ടേ? അല്ലേ വലിയ രാമൻ നായരെ? അതെ, ചെറിയ രാമൻ നായരെ. ക്ഷമിക്കണം, ഈ സത്യം അറിയാൻ വൈകിയത് കൊണ്ടാണ് എനിക്ക് തെറ്റിദ്ധാരണകൾ ഉണ്ടായത്. അതുപോട്ടെ അങ്കിൾ, നിങ്ങളുടെ മകനെ രക്ഷിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിക്കും. ഇന്നു മുതൽ എന്റെ മുഴുവൻ പകുതി ശ്രദ്ധ ഈ കേസിലായിരിക്കും. ബാക്കി പകുതി ഞാൻ മറ്റൊരു കേസിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. എവിടെയാ നിങ്ങളുടെ മകൻ? അതല്ലേ ഞങ്ങൾ ഇങ്ങനെ തേടി നടക്കുന്നത്. ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടോ? തമ്പുരാനെ, ഫോട്ടോ ചെല്ല ഫോട്ടോ. പിഞ്ചു കുഞ്ഞാണല്ലേ? അയ്യോ അല്ല, 30 വയസ്സാകാൻ പോവാ. ഓഹോ, ഇത് കുഞ്ഞുനാളിലെ ഫോട്ടോവാ, അത് വെച്ചങ്ങ് കണക്കൂട്ടിയാ മതി. ഓഹോ, ഇപ്പൊ കണ്ടാ എങ്ങനെ ഇരിക്കും? വല്യമ്പുരാനെ മുറിച്ച മുറി. ശരി, ധൈര്യമായിട്ട് പൊയ്ക്കോളൂ.
എത്രയും വേഗം മകനെ കണ്ടുപിടിക്കാൻ പടച്ചോ നമ്മളെ സഹായിക്കട്ടെ. ഞാനും സഹായിക്കാം.